നമ്മൾ അവിടെ എത്തുമ്പോ അവര് പലതും ചോദിക്കും. എവിടെ? ലോട്ടറി ഓഫീസില്. ആവശ്യമില്ലാത്തൊന്നും പറയരുത്. അല്ല അപ്പൊ അവര് അവിടെ പോയിട്ട് ഒന്നും മിണ്ടരുതെന്ന്. ഒന്നും മിണ്ടരുത്. പിന്നെ ഇന്നെന്തിനാ അങ്ങോട്ട് വെറുതെ കെട്ടി വലിച്ചു കൊണ്ടുപോകണ? അവര് ഈ മോയയുടെ കാര്യം ചോദിച്ചാൽ എന്ത് പറയൂ? അതല്ലേ ഇപ്പൊ പറഞ്ഞത്, ഒന്നും മിണ്ടണ്ട. ഒന്നും മിണ്ടണ്ട ആർക്കങ്ങനെ? എന്തായാലും എഴുതാം. കോയാതെ പേര് അതല്ലേ സത്യം സാറേ? അതെ ഇവരെ ഒന്ന് ഇത് ഇത് അങ്ങോട്ട് അങ്ങോട്ട് പോക്കോളൂ. സാറേ, ബാപ്പയ്ക്ക് അപ്പൻഡിസൈറ്റിസ് ആയിരുന്നു. അതെയോ? എന്നാ ഇരിക്കും വാപ്പ ഇരുന്നോളൂ. വേണ്ട സാറേ, ഇരുന്നാ വലിയും. ഇരുന്നാലേ ഇവിടെ അങ്ങനെ വലിയും. ഓപ്പറേഷൻ ചെയ്തതിന്റെ എന്റെ മക്കള് പറഞ്ഞിട്ടാണ് സാറേ ഇപ്പൊ ഞാൻ ഈ ഓപ്പറേഷനൊക്കെ ചെയ്തത്. വളരെ കഷ്ടപ്പെട്ടു, വല്ലാണ്ട് ബുദ്ധിമുട്ടി ഇപ്പൊ ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോ മക്കൾക്ക് പണിയൊന്നും ഇല്ലേ? അവര് 4 പേരും ഗൾഫിലാ. കിടപ്പിലോ? എന്താ അസുഖം? കിടപ്പിലല്ല, ഗൾഫിലേ. ഓ, മക്കള് ഗൾഫിലാണല്ലേ? നിങ്ങള് വലിയ അക്രമാണ് ചെയ്തത്. ഈ മോയ ഓപ്പറേഷൻ ചെയ്തതല്ലേ? ഞാൻ പറഞ്ഞാണ് ഇത് ഓപ്പറേഷൻ വേണ്ടാന്ന്. അതല്ല, നിങ്ങളുടെ 4 പേര് ഗൾഫിലല്ലേ മക്കള്? അവരെ അങ്ങോട്ട് വിടണ്ടായിരുന്നില്ല അല്ലേ? അതല്ലാന്ന്, 4 പേര് ഗൾഫിലുള്ള ഒരു അച്ഛന് കൊടുക്കാനുള്ളതല്ല ഇത്. ഇത് പാവപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യാനുള്ള ധനസഹായമാണ്. ഈ പദ്ധതി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? 2011 ഒക്ടോബറിൽ AK ആന്റണി അദ്ദേഹം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ജീവകാരുണ്യ പദ്ധതിയാണിത്. ഇതോ? സാറേ, BPL കാർഡാ. വരുമാനം 1 ലക്ഷത്തിൽ താഴെയാ. ലോലിത 4 പേര് മക്കള് ഗൾഫിലുണ്ടായിട്ട് എങ്ങനെയാണ് BPL കാർഡ് കിട്ടുന്നത്? അതും അതൊക്കെ ഒരു വലിയ കഥയാണ് സാറേ. ഈ കാർഡ് ഇതെന്താ ഇടക്ക് പിച്ചണത്? ബാപ്പ കഥ പറയട്ടെ, നിങ്ങൾ കഥ പറയൂ. അല്ല, അതിപ്പോ അത്ര വലിയ കഥ ഒന്നും അല്ല. കഥയില്ലേ? എന്താ നിങ്ങളുടെ പേര്? എന്റെ പേര് കോയ. കോയ. ഈ കോയാക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുമോ? മനസ്സിലാവൂലേ? മനസ്സിലാവും. പിന്നെന്തിനാ അങ്ങനെ കാട്ടി? അല്ല, മനസ്സിലാവും എന്നാ കാട്ടിയത് ഞാൻ. എന്നാ ഒരു കാര്യം നോക്കിക്കോളൂ. ഈ ഇരിക്കുന്നത് സാധാരണക്കാരായ സത്യസന്ധരായ രോഗികളാണ്. ഇതോ? ഇത് കരള്, ഇത് ആമാശയം, ഇത് ഹാർട്ട്, ഇത് കിഡ്നി, ഇത് കൈയൊടിഞ്ഞത്, കാലൊടിഞ്ഞത്, മൂക്കുന്ന് ചോര വന്നത്. ഇത്ര ആളുകൾ ഇവിടെ ഇരിക്കുമ്പോ മുഴ പോയ കോയ എടുത്ത് ഇതിന്റെ മോളിൽ വെക്കണമെങ്കിൽ അത് ശരിയല്ലല്ലോ കോയ. സുഗത സാറേ, ഇവർക്ക് അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. അത് സാറ് പറഞ്ഞു കൊടുത്തായി. സാറ് പറഞ്ഞു കൊടുക്ക്. സാറല്ലേ പറഞ്ഞു കൊടുക്കാറ്? സാറ് പറഞ്ഞു കൊടുക്ക്. ഞാൻ ഇത്ര നേരം ഇവർക്ക് പറഞ്ഞു കൊടുക്കായിരുന്നല്ലോ, ഇനി സാറ് പറഞ്ഞു കൊടുക്ക്. സത്യശീലൻ സാർ അത് പറഞ്ഞു കൊടുക്ക്. അപ്പൊ നിങ്ങളല്ലേ ഇൻചാർജ് ഉള്ള ആള്? പിന്നെ ഞാനാ പറഞ്ഞാലോ? നിങ്ങളൊരു കാര്യം ചെയ്യും, 2 പേരും പുറത്തേക്ക് ഇറങ്ങി ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ. അതെ. സാർ, ആശുപത്രി തന്നെ 10-30 ശരി. പിന്നെ അല്ലറ ചില്ലറ വേറെ. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ പറയണം. നമുക്ക് ഒരു 20 തന്നു. 20? ഒരു 22 പറയേ. എന്നാ പിന്നെ ഒരു 25 രൂപ ഉറപ്പിക്കാം. 25 പറയും. 25. സാറേ, നിങ്ങൾ ഒരുമാതിരി ഇങ്ങനെ സംസാരിക്കരുത് സാറേ. പിന്നെ എങ്ങനെ സംസാരിക്കും? ഞാൻ ഒരു 18 രൂപ തരും. അത് കുറവാണ്. 18 രൂപ തരും. അത് അടുത്ത ദിവസം സാർ പെട്ടെന്ന് ശരിയാക്കി തരണം. ഒരാഴ്ച കൊണ്ടുള്ള ശരിയാക്കണമെങ്കിൽ 18 ശരിയാവില്ലേ? അടുത്ത 25 ഞാൻ അടുത്ത ദിവസം തരും. എന്നാ പിന്നെ അങ്ങനെ ആവട്ടല്ലേ സാറേ? അതെ, ഇവൻ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞാ പിന്നെ അപ്പൊ അങ്ങനെ ചെയ്യാം. അത് വിട്. അതൊക്കെ എനിക്കറിയാം, സംഭവങ്ങളൊക്കെ എനിക്കറിയാം.